എനിക്കിതിൽ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതില് ഒരു ജനിതകമായിട്ടുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സഡൻ കാർഡിയാക് ഡെത്ത് ഇവന്റ്സിനൊക്കെ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഇവന്റ്സ് ഒക്കെ ഇപ്പോൾ ഒരു ഏട്ടന് വന്നാലും ചിലപ്പോൾ അനിയന് വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പ്രൊഫൈൽ ചെയ്യണം. ഒരു ആൾക്ക് ചിലപ്പോൾ അത് നോർമൽ ഓട്ടോപ്സിയിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അയാൾക്ക് വന്നത് ഈ ജനിതകമായിട്ടുള്ള തകരാറ് കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആണ്, അല്ലാണ്ട് വന്ന ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത്. അപ്പോൾ അതൊരു മോളിക്കുലർ ഓട്ടോപ്സിയിൽ മാത്രമേ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പോലും പറ്റുള്ളൂ. അതിന് ഒരുപാട് കേസസ് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്കുകൾ ഒരുപാട് കേസസ് മുങ്ങിപ്പോകുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ചിലർ പറയും ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്, ഉപ്പൊന്നുകൊണ്ടാണ്, മിക്സ്ചർ അച്ചാർ കഴിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കോസസ് ഇങ്ങനെ പോകും. പക്ഷെ ആരും DNA ടെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു കുടുംബത്തിലൊരു ബന്ധപ്പെട്ട ആൾ മരിക്കുമ്പോൾ അവരുടെ മക്കളുടെ ഏട്ടൻ്റെ അനിയനോ അത്രയും ജനിതകമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ DNA ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ DNAക്കും ഇതേ ഒരു തകരാറുണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാം.